8 മാസം പിന്നിടുന്നു. എന്നിട്ടും ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നു. ഇതെന്ന് അവസാനിക്കും ആർക്കും പറയാൻ കഴിയുന്നില്ല. മനുഷ്യത്വരഹിതമായ വാർത്തകളാണ് ഓരോ ദിവസവും റഫേൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോഴിതാ റഫേലെ പ്രാകൃത ആക്രമണത്തിൽ പ്രതികരിച്ച് യുനിസെഫ് രംഗത്തെത്തിയിരിക്കുന്നു. റഫേലെ കുട്ടികളെ കൊലപ്പെടുത്തുന്ന നടപടി ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും യുനിസെഫ് ആവശ്യപ്പെടുന്നുണ്ട്. ക്യാമ്പിനുള്ളിൽ ആക്രമണത്തിനെതിരായ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് UN ചിൽഡ്രൻസ് ഫണ്ടിന്റെ മേധാവിയായ കാതറിൻ റസലാണ് അതിക്രമം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമേരിക്ക നൽകിയ ഇസ്രായേലി വിമാനങ്ങളാണ് ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായത്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പൊള്ളലേറ്റ കുഞ്ഞുങ്ങളുടെയും കുടുംബങ്ങളുടെയും ചിത്രങ്ങൾ നമ്മയെല്ലാം ഞെട്ടിപ്പിക്കുന്നു. താൽക്കാലിക ടെൻറ്റുകളിൽ അഭയം പ്രാപിച്ച കുട്ടികളെ കൊലപ്പെടുത്തുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്നും കാതറിൻ റസൽ പറഞ്ഞു. 7 മാസമായി പലസ്തീൻ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ വേണം. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുകയും വേണം. ഇക്കാര്യങ്ങളെല്ലാം UN സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചതായി കാതറിൻ റസൽ എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രായേലി സൈന്യം റഫേൽ നടത്തിയ ആക്രമണത്തിൽ 40ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയാണ് സൈന്യം ബോംബാക്രമണം നടത്തിയത്. താൽ അസ് സുൽത്താനിലെ ക്യാമ്പുകളിലെ അഭയാർത്ഥികളാണ് ആക്രമണത്തിനിരയായത്. ആക്രമണത്തിനിരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. അഭയാർത്ഥി ക്യാമ്പിലുണ്ടായിരുന്ന നിരവധി ഫലസ്തീനികൾ ജീവനോടെ കത്തിയെരിഞ്ഞെന്നായിരുന്നു റിപ്പോർട്ട്. റഫേലെ സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം. അന്താരാഷ്ട്ര കോടതിയുടെ വിധി തങ്ങളുടെ ലക്ഷ്യത്തെ ബാധിക്കില്ലെന്ന് ഇസ്രായേലി നേതാക്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നു. വിധി പുറപ്പെടുവിച്ചതിന് ശേഷവും അതേ നിലപാടിൽ തുടരുകയാണ് നെതന്യാഹു സർക്കാർ.